എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ഇന്നത്തെ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാറ് കണ്ടിട്ട് നല്ല അടിപൊളി ലുക്കായിരിക്കും. ഈ കാറ് ആക്സിഡൻ്റ് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് നമ്മളെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പാനൽസൊക്കെ വരുന്നുണ്ടല്ലോ, ഡോറിൻ്റെ പാനൽസ്, അതേപോലെ ഫെൻഡറിൻ്റെ പാനൽസ്, ഇതിലൊക്കെ എന്തെങ്കിലും ഗ്യാപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. രണ്ടാമതായിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബോണറ്റൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ ബോണറ്റിലൊക്കെ എന്തുണ്ട്, കമ്പനി വരുന്നൊരു സീലൻ്റ് ഉണ്ട്. അതായത് ഈ നെറ്റൊക്കെ നമ്മൾ രണ്ടാമതിപ്പോൾ ഇതിൽ ടൂൾസ് ഇട്ട് അയച്ചു കഴിഞ്ഞാൽ അതൊക്കെ എന്താ പറയുക പൊട്ടും. അതായത് ആ പെയിൻറ്റ് അവിടെ നിന്ന് കട്ടാവും. ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതിൽ പെയിൻറ്റ് കട്ടായിട്ടുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ അയച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ആവശ്യാർത്ഥം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾ നോക്കാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മൾ ഈ കമ്പനി വരുന്ന പേസ്റ്റിങ്. അതായത് കമ്പനി ഈ ബോണറ്റ് ഡോർസിലൊക്കെ എന്ത് വരും, ഒരു പേസ്റ്റിങ് വരുന്നുണ്ട്, അതായത് ഒരു സീലൻ്റ്. അത് നമ്മൾ രണ്ടാമത് എന്തെങ്കിലും ഇഷ്യൂവിൽ, അതായത് ഈ ബോണറ്റ് മാറി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചില വണ്ടിക്ക് എന്തില്ല, ഈ പേസ്റ്റിങ് വരില്ല. അത് ജസ്റ്റ് ഒരു മടക്കായിട്ടേ ഉണ്ടാവുള്ളൂ. ഇതേപോലെ കട്ടിയിട്ടുള്ള ഒരു പേസ്റ്റിങ് ഉണ്ടാവില്ല. പിന്നെ ടൊയോട്ട പോലത്തെ വണ്ടികൾക്കൊക്കെ എന്തുണ്ടാവും, കമ്പനി തന്നെ രണ്ടാമത് റീപേസ്റ്റിങ് വരുന്നുണ്ട്. അത് മാറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പ്രസ് ചെയ്ത സമയത്ത് ഒരു പൊട്ടുന്നൊരു സൗണ്ട് നമുക്ക് വരും. അത് മാറിയിട്ടുണ്ട് എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്തൊരു സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ, ഈ ഗ്ലാസ്സിലൊക്കെ നമ്മൾ ഇപ്പോൾ ഇത് 2022 മോഡൽ വണ്ടിയാണ്. ഇതിൻ്റെ ഗ്ലാസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ CC എന്ന് പറഞ്ഞിട്ട് ഒരു ബാർകോഡാണ് വരുന്നത്. ഇപ്പോൾ അത് പിന്നെ ഇയർ ബേസിലും വരാറുണ്ട്, കോഡ് ബേസിലും വരാറുണ്ട്. ഇതിപ്പോൾ ഹോണ്ടൻ്റെ വണ്ടി ആയതുകൊണ്ടാണ് ഹോണ്ടൻ്റെ വണ്ടിക്കൊക്കെ ഈ ഒരു കോഡ് ബേസിലാണ് വരുന്നത്. അപ്പോൾ ചില ടൊയോട്ട പോലത്തെ വണ്ടികൾക്കൊക്കെ ഇയർ ബേസിൽ വരാറുണ്ട്. അതാണ് നിങ്ങൾക്ക് അടുത്തായിട്ട് നോക്കാൻ പറ്റുന്നത്. പിന്നെ ഇൻറ്റീരിയറിൻ്റെ അകത്തോട്ടൊക്കെ വരുമ്പോൾ എയർ ബാഗോ കാര്യങ്ങളോ എന്തെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ പാനൽസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും രീതിയിൽ അയച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ ഫസ്റ്റായിട്ട് ഞാൻ എപ്പോഴും പറയും പോലെ നിങ്ങൾ എന്താക്കുക, സർവീസ് ഹിസ്റ്ററിയാണ് ഫസ്റ്റ് നോക്കേണ്ടത്. സർവീസ് ഹിസ്റ്ററി നമുക്ക് പ്രോപ്പർ ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്നൊക്കെ എന്തെങ്കിലും ഇഷ്യൂസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക് ഇതാണ്. ഇപ്പോൾ ഇതേപോലെയുള്ള നല്ല, അതായത് കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി എന്താക്കുക, നമ്മളെ ഈ ഡ്രൈവർ ഡീൽസിൻ്റെ പേജും നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.